ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ ചിലതിനൊക്കെ വന്ന് ശ്രമം നടത്തിയിട്ടുണ്ട്, മറുപടി പറയാനായിട്ടില്ല. പക്ഷേ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ആ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടൊരു വിഷയമായിരുന്നു എന്ത്? നിങ്ങൾ ദിക്ർ ചെല്ലുമ്പോ ഇങ്ങനെ മൂടുകുലുക്കി ആടുന്നുണ്ട്, ചാഞ്ചാട്ട ദിക്റുണ്ട്, തുള്ളല് ദിക്റുണ്ട്, ഓടി ദിക്റുണ്ട്, ചാടി ദിക്റുണ്ട്. അങ്ങനെയുള്ള ദിക്റുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രമാണം ഉദ്ധരിക്കോ എന്നങ്ങ് നിങ്ങളോട് ചോദിച്ച ആ ചോദ്യം ഒന്ന് കേട്ടോളൂ. ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കൂടെ ആടി? അത് കേട്ടത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാര്. അവിടെ നിന്നിങ്ങോട്ടുള്ള പരമ്പര നാഫി റളിയല്ലാഹു അൻഹു, അവിടെ നിന്നിങ്ങോട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ അങ്ങനെ അവിടെ നിന്നിങ്ങോട്ട് കണ്ണിമുറിയാത്ത പരമ്പരയിലൂടെ ഈ തോന്നിവാസാട്ടത്തിന്റെ പരമ്പരയൊന്ന്, പാരമ്പര്യമൊന്ന് കാണിക്കണേ. കണ്ടോ, ആ ചോദ്യത്തിനൊരു മറുപടി പറയാൻ ശ്രമിച്ചു നോക്കി. എന്താ തെളിവുദ്ധരിക്കാനായോ? പരമ്പര സഹീഹായ നിലയ്ക്ക് നിങ്ങൾക്ക് തെളിവുദ്ധരിക്കാനായോ? ആയില്ല മുസ്ലിയാരെ. മാത്രല്ല മൂപ്പരെന്താ പറഞ്ഞെന്നറിയോ? ദിക്റിൽ ലയിച്ച മഹാന്മാര് ആടിപ്പോകുന്നു. എന്തിനാണ് പ്രയോഗിച്ചത്? മനഃപൂർവ്വം ആടുന്നതല്ല, അങ്ങനെ ആടിപ്പോകും. ചിലപ്പോ തേങ്ങ ചരണ്ടുമ്പോ ആടുന്നില്ലേ? തേങ്ങ ചരണ്ടുമ്പോ ആടും പോലെ ആടിപ്പോകും. അങ്ങനെ ആടിപ്പോണതാ, മനഃപൂർവ്വമല്ല. രക്ഷപ്പെടാൻ സമ്മതിക്കൂല. നിങ്ങൾ ആടിപ്പോണതല്ല, ചിട്ടവട്ടത്തോടെ ക്രമീകരണത്തോടെ താളാത്മകമായ നിലക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങളൊരു കളവുദ്ധരിച്ചു. മഹാന്മാര് സ്വഹാബത്തൊക്കെ ആടിയിട്ടുണ്ട് എന്നതിന് നിങ്ങളൊരു തെളിവ് പറയാൻ ശ്രമിച്ചു. ആ ഹദീസ് ദഈഫാണ്, അത് ദുർബലമാണ്. സ്വഹാബത്തിങ്ങനെ ചാഞ്ചാടാറുണ്ടായിരുന്നു, കാറ്റത്ത് മരങ്ങളാടും പോലെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരിക്കണം, അതിന്റെ സനദൊന്ന് കേൾക്കട്ടെ ഞങ്ങൾ. നിങ്ങൾ ആ പറഞ്ഞ ഹദീസാണെന്ന് അതല്ലെങ്കിൽ തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതിന്റെ പ്രമാണമെന്ന്, ആ പ്രമാണത്തിന്റെ സനദൊന്ന് ഉദ്ധരിക്കൂ. പഠിക്കട്ടെ മുസ്ലിമീങ്ങള്. നിങ്ങളെ ബടായാണ് പറഞ്ഞു പോയാൽ പോരാ, അതിന്റെ സനദ് നിങ്ങൾ ഉദ്ധരിക്കണം. മാത്രമല്ല നിങ്ങളെ ചോദിച്ചു, ഇങ്ങനെ ദിക്റാടുന്നത് ഹറാമാണോ, ആയത്തുണ്ടോ, ഹദീസുണ്ടോ? മുഅ്തസിലത്തിന്റെ ചോദ്യവും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മാത്രല്ല മൂപ്പര് കണ്ടൊരു തെളിവെന്താ അറിയോ? ബുഖാരിയിലെ ഹദീസിന്റെ മൗലവി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ബുഖാരിയിൽ ഉണ്ടാവും ദിക്ർ ചെല്ലുമ്പോ ആടുന്നത്. എന്നിട്ട് എന്താ തെളിവ് പറഞ്ഞറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളിയിലേക്ക് ഒരിക്കൽ അബ്സീനിയയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട്, ചെറുപ്പക്കാർ വന്നിട്ട് പള്ളിയിൽ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ്.
പള്ളിയിൽ വെച്ച് കളിക്കണവർ ആയുധാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കി കാണുന്നുണ്ട്. അങ്ങനെയുള്ള കായികാഭ്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പള്ളിയിൽ വെച്ച് നടത്തിയപ്പോൾ അവരിങ്ങനെ ഓടും ചാടും തുള്ളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് ദിക്റല്ല, അത് ദിക്റിന്റെ മജ്‌ലിസും അല്ല. അതാണ് ഇപ്പൊ ഇവിടെ കാര്യമായിട്ട് തെളിവ് ധരിച്ചത്. അതന്നെ തെളിവ് ദിക്റിലും ആടാൻ. ഓ പാപ്പരത്തമേ, ഇത്രമാത്രം നിങ്ങൾ ആദർശ രംഗത്ത് വട്ടപൂജ്യമായല്ലോ. ഗതികേട് വന്നാൽ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യുക? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാത്രല്ല, ഇവരുടെ ഇത്തരത്തിലുള്ള ഈ തുള്ളൽ പരിപാടി ഉണ്ടല്ലോ, അവിടെ നമ്മളന്ന് കാണിച്ചല്ലോ, ഒന്നും കാണിക്കാത്ത സമയമല്ല. ആ കാണിച്ച തുള്ളൽ പരിപാടിയെ പറ്റി പണ്ഡിതന്മാരെന്താണ് ഉദ്ധരിക്കുന്നത്? അതൊക്കെ ഫിലാത്തുൽ മജാനീനി വസ്സിബിയാൻ, ഭ്രാന്തന്മാരുടെ പരിപാടിയാണ്. അതുപോലെ തന്നെ കാര്യബോധമില്ലാത്ത കുട്ടിക്കളിയാണ്, ഭ്രാന്തന്മാരുടെ പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമതാ പറയുന്നു വഹാദാ. കുറെ കാര്യങ്ങൾ അല്പം പറഞ്ഞതിന് ശേഷം പറയുന്നു വഹാദാ അല തഹ്ഖീഖി മിൻ ആസാരി സന്ദഖതി വഖൗലി അഹ്ലിൽ മുഖർരിഫാ. ഇതൊക്കെ അന്ധവിശ്വാസികളുടെ, അതുപോലെ തന്നെ മതത്തെ സംബന്ധിച്ച് പിടിപാടില്ലാത്ത മതനിഷേധികളുടെ, അതുപോലെ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരടക്കമുള്ള ആളുകളുടെ ആദർശങ്ങൾ കൊണ്ട് നടക്കുന്നവരുടെ പരിപാടിയാണ്, അവരുടെയൊക്കെ അടയാളങ്ങളാണ് എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇനിയും കേട്ടോ, ഇമാം ഖുർത്തുബിയതാ അവിടുത്തെ തഫ്സീറിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ സംഗതികളെ കുറിച്ച് പറഞ്ഞെടുത്ത് അതാ മഹാനവറുകൾ പറയുന്നു മദ്ഹബു സൂഫിയത്തി ബതാലത്തുൻ വജഹാലത്തുൻ വദലാല. ഇമാം അബൂബക്കർ തർത്തൂശിയോട് അതാ ഒരാൾ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോ, ഇതും ഇതുപോലെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വസ്തുതകളെ കുറിച്ച് ചോദ്യങ്ങൾ വന്നപ്പോ അതാ മറുപടി കൊടുക്കുകയാണ്. സൂഫിയാക്കളുടെ മദ്ഹബ്, അവരുടെ ചിന്താഗതി ബതാലത്താണ്, ജഹാലത്താണ്, ദലാലത്താണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് വമൽ ഇസ്ലാമു ഇല്ലാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ കിതാബാണ് കേട്ടോ, അള്ളാന്റെ റസൂലിന്റെ ചര്യയുമാണ് കേട്ടോ. ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോ പേരോടിനി അടുത്ത പ്രസംഗത്തിൽ പറയാമെന്ന് ഖുർത്തുബിയിൽ ഉദ്ധരിച്ചതിലും അതാ ഖിയാസ് നിഷേധിച്ചില്ലേ, ഇജ്മാഅ് നിഷേധിച്ചില്ലേ? കാരണം ഈ ഉള്ളവന്റെ പ്രസംഗത്തിൽ അതാ ഖുർആനും സുന്നത്തുമാണ് പ്രമാണമെന്ന് സാധാരണ എല്ലാവരും പറയും പോലെ പറഞ്ഞതിന് മൂപ്പരതെടുത്തുകൊണ്ട് പറയുകയുണ്ടായി, മൗലവി 4 പ്രമാണമില്ലേ ഇസ്ലാമിൽ, നിങ്ങൾ ഇജ്മാഅ് നിഷേധിയല്ലേ, ഖിയാസ് നിഷേധിയല്ലേ? നിങ്ങൾ ഈ ഇബാറത്ത് കേട്ടില്ലേ? വമൽ ഇസ്ലാമു ഇല്ലാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇതിന് ഖുർത്തുബിയുടെ പേരിലും അത് ഉദ്ധരിച്ച ഖുർത്തുബിയുടെ പേരിലും അബൂബക്കർ തർത്തൂശിയുടെ പേരിലുമൊക്കെ പറഞ്ഞേക്കു പേരോടെ തീർന്നിട്ടില്ല. ഇനിയും കേട്ടോ, ഇനിയും കേട്ടോ, ഈ ചാഞ്ചാട്ട ദിക്റും ഈ തുള്ളലുമൊക്കെ ആരാ തുടങ്ങി വെച്ചത്? മുസ്ലിമേ. ആർക്കാണ് യഹൂദി പാരമ്പര്യമുള്ളത്? മുസ്ലിമേ. ആരാണ് യഹൂദികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നത്? മുസ്ലിമേ. അതാ ഖുർത്തുബി ഇമാം ഉദ്ധരിക്കുകയാണ് വഅമ്മർ റഖ്സു വത്തവാജുദു ഫഅവ്വലു മൻ അഹ്ദസഹു അസ്ഹാബുസ് സാമിരി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ശത്രുതാപൂർവം പ്രവർത്തിച്ചിരുന്ന സാമിരി എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഇതാദ്യമായി തുടക്കം കുറിച്ചത്. എപ്പോൾ അവൻ ആളുകൾക്ക് വേണ്ടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് ആ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഖാമോ യർഖുസൂന ഹവാലൈഹി വയതവാജദൂൻ, അതിന്റെ ചുറ്റും അവരെ തുള്ളാൻ തുടങ്ങി, അതിന്റെ ചുറ്റും അവരെ പ്രത്യേകമായ ഹാവഭാവാദികളിൽ നടക്കാൻ തുടങ്ങി. എന്നിട്ട് ആ മഹാനവറുകൾ പറയുന്നു, പഠിച്ചോ, ഫഹുവ ദീനുൽ കുഫാർ, ഇത് കുഫാറുകളുടെ അവിശ്വാസികളുടെ മതമാണ് കേട്ടോ, മുസ്ലിമീങ്ങളുടെ മതമല്ല. വഉബാദിൽ ജിലി, ആ പശുക്കുട്ടിയെ പൂജിക്കുന്ന പശുപൂജകന്മാരുടെയും നടപടിയാണ് കേട്ടോ
ഇത് മുസ്ലിമിന് ചേർന്നതല്ല. പിന്നെയും കുറെ ഈ സൂഫിയാക്കളിലുള്ള പ്രവർത്തനങ്ങൾ, അതാ കോലുകൊണ്ടുള്ള മുട്ടും പാട്ടും പോലെയുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെ മുസ്ലിമീങ്ങളെ അള്ളാന്റെ കിതാബിൽ നിന്ന് തടയാൻ വേണ്ടി, ശുഗലാക്കാൻ വേണ്ടി അതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന പരിപാടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ സ്വഹാബത്തിരിക്കുമ്പോ അവരുടെ തലയിൽ പക്ഷിയിരിക്കും പോലെ എത്ര ഗാംഭീര്യത്തോടുകൂടെയാണ്, അച്ചടക്കത്തോടെയാണ് അവരിയ്ക്കുന്നത്. ഈ തോന്നിവാസമൊന്നും അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അതുകൊണ്ട് ഭരണാധികാരികൾക്ക് നിർബന്ധമാണ് ഇത്തരക്കാര് പള്ളിയിൽ കയറ്റിക്കൂടാ. പിന്നെ പറയുന്നു, വലാ യഹില്ലു ലിഅഹദിൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ഒരാൾക്കും അനുവദനീയമല്ല കേട്ടോ. അൻയഹ്ളുറ മഅഹും, ഇത്തരം കക്ഷികളുടെ കൂടെ പങ്കെടുക്കൽ അനുവദനീയമല്ല. ഞാനല്ല പറയുന്നത്, ഖുർത്തുബി ഉദ്ധരിക്കുന്നു. തീർന്നില്ല, വലാ യുഈനുഹും അലാ ബാത്തിലിഹിം, ഇത്തരത്തിലുള്ള തോന്നിവാസ ബാത്തിലുകൾ ചെയ്യുമ്പോ സഹായിച്ചുകൂടാ, സഹകരിച്ചുകൂടാ. എന്നിട്ട് പിന്നെ പറയുന്നത് കേട്ടോ, അതാ ഇപ്പറഞ്ഞ ആശയമാണ്, ഇപ്പറഞ്ഞ ആദർശമാണ് മദ്ഹബ് മാലിക്കിൻ, ഇമാം മാലിക്കിന്റെ ആശയം. വഅബീ ഹനീഫത, അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബും ഇതാണ്. വശാഫിഈ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയുടെ ആശയവും ഇതാണ്. വഅഹ്മദ് ഇബ്നു ഹംബൽ, അതുപോലെ തന്നെ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹയുടെയും ആശയം ഇതാണ്. അവരുടെ ആലാളുടെയോ അഞ്ചാളുടെയോ മാത്രമല്ല കേട്ടോ. വഗൈരിഹിം മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ, അതാ അവരല്ലാത്ത സർവ ഇമാമിങ്ങളുടെയും അതാ മദ്ഹബ് ഇതാണ് കേട്ടോ. ഖുർത്തുബി എടുത്തുദ്ധരിക്കുന്നു. പറയൂ മുസ്ലിയാരെ, കിതാബിലില്ലേ, കിതാബിലില്ലേ? വായിച്ചൊന്നർത്ഥം പറയൂ, വായിച്ചൊന്നർത്ഥം പറയൂ. നിങ്ങളുടെ ഈ ചാഞ്ചാട്ട ദിക്റ്, നിങ്ങളുടെ ഈ മൂടുകുലുക്കി ദിക്റ്, നിങ്ങളുടെ ഈ തുള്ളൽ ദിക്റ്, നിങ്ങളുടെ ഈ ചാട്ടം ദിക്റ് പറയൂ, പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾ തെളിയിക്കോ. നിങ്ങൾക്കാവില്ല കേട്ടോ, തെളിയിക്കാനാവില്ല. ഞാനിപ്പോൾ പറഞ്ഞ ഇതേ ആശയം നിങ്ങൾ മുമ്പ് ഈ കരയുദ്ധത്തിൽ ഒരു ആയുധമായി അൽ മദ്ഖൽ എന്ന കിതാബ് ഉദ്ധരിച്ചിരുന്നില്ലേ? അതേ മദ്ഖലിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പേരോടെ. വായിച്ചു പഠിക്ക്. അടുത്ത പ്രസംഗത്തിൽ മദ്ഖലിൽ അങ്ങനെയില്ല എങ്കിൽ അതൊന്ന് പറയൂ. പറ മറുപടി കിതാബിലുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇനി അതാ നിങ്ങളേറെ ധരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനല്ലേ ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം എന്താ പറഞ്ഞത്? അർറഖ്സു ലാ യതഅതാഹു ഇല്ലാ നാഖിസുൽ അഖ്ലി വലാ യസ്ലഹു ഇല്ലാ ലിന്നിസാ. മന്ദബുദ്ധികളല്ലാതെ ഏർപ്പാട് ചെയ്യൂല, മന്ദബുദ്ധികളല്ലാതെ ഏർപ്പാട് ചെയ്യൂല. ഇത് പെണ്ണുങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ലേ? ഓ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഇസ്ലാമികമായിട്ട് യാതൊരു അഡ്രസ്സും അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ വലിയ കാര്യമായിട്ട് മഹാന്മാരുടെ പേരിൽ കെട്ടിവെച്ചത്? മാത്രമല്ല, മൂപ്പരത് പറയണതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ റാത്തീബ്, ഷാദുലി റാത്തീബ് എന്നൊക്കെ മൂപ്പര് പറയണ്ടാവുന്നു, ഞാൻ പറഞ്ഞതല്ല. ഷാദുലി റാത്തീബ് മൗലവി ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോ അതൊക്കെ പിടിച്ചെടുത്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു മുസ്ലിയാര് പറയണ്, കഴിഞ്ഞ പ്രസംഗത്തിൽ പറയണേ, ഞാനിവിടെ കാണിച്ച ആ റാത്തീബിന്റെ ആ ചാട്ടവും തുള്ളലൊക്കെ സദസ്യർക്കൊന്ന് കാണിക്കണം എന്ന് പേരോടൊന്ന് വലിയ പൂതി ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ എന്താ ചെയ്യാ, മൂപ്പർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. മൗലവിക്ക് പ്രാവശ്യം പർദ്ദ ഉണ്ടായിരുന്നു. മൗലവിക്ക് പർദ്ദ, ഈ കർട്ടനിട്ടീന് മൂപ്പര് പറയാം മൗലവിയുടെ പർദ്ദക്കുള്ളിലാക്കി, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് മൂപ്പര് പറയുന്നുണ്ട്, ഇത്ര ധൈര്യമില്ലാത്തവൻ ഈ പരിപാടിക്ക് വരണോ? അവര് പിടിച്ചെടുക്കാതിരിക്കാനാണ് പോലും നമ്മൾ ഈ കർട്ടനിട്ടിട്ടുള്ളത്. ഇത്ര ധൈര്യമില്ലാത്തോ, ഞങ്ങൾ പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ ഇത്ര ധൈര്യമില്ലാത്തോ ഈ പണിക്കിങ്ങോട്ട് വരണോ എന്ന് മൂപ്പര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, കേട്ടോളൂ. ഞാൻ ആ ഷാദുലി റാത്തീബൊക്കെ മൂപ്പര് കാണിക്കുമ്പോൾ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അങ്ങ് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതിന് ഇപ്പോഴത്തെ പ്രസംഗം നടത്തിയെങ്ങനെ അറിയാം നിങ്ങൾ? സ്റ്റേജിന്റെ ഭാഗത്ത് പർദ്ദ, സാധാരണ പെണ്ണുങ്ങൾ പർദ്ദ ഇരിക്കലുണ്ട്. ഇതെങ്ങനെ അറിയോ? മൗലവിക്ക് പർദ്ദ. ഇങ്ങനെ പർദ്ദ സ്റ്റേജിന്റെ തൊട്ട് ഭാഗം ഫുള്ളായിട്ട് അങ്ങ് മറച്ചളഞ്ഞു, വലിയ മറ. എന്തിന്? കാരണം നമ്മൾ പിടിച്ചെടുക്കുന്നത് പേടിച്ചിട്ട്. ഇത്ര ധൈര്യമില്ലാത്ത ഈ പണിക്ക് വരണോ? ഇത്ര ധൈര്യമില്ലാത്തവർ ഇങ്ങോട്ട് വരണ്ടിനോ ഈ പണിക്ക്? നമ്മൾ പിടിച്ചെടുക്കുന്നത് പേടിച്ചിട്ട്.
എന്റെ മറച്ചു വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് അയാളെ കാണിച്ചു തന്ന സാധു റാത്തീബ് ഇപ്പൊ കാണിച്ചു തരാൻ എന്റെ അടുത്ത് വകുപ്പില്ല. അത് ഇൻഷാ അല്ലാഹ്. കണ്ടോ, വലിയ സങ്കടം അവർക്ക്. ഇപ്പൊ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല, കാരണം മൗലവി പർദ്ദക്കുള്ളിലിരുന്നു. ഈ കർട്ടൻ ഇട്ടിട്ടില്ലിനെ പറ്റി ആ മൂപ്പര് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് പറയുന്നത് മൗലവിക്ക് കൂടി പർദ്ദയാണ് പിടിച്ചെടുക്കുന്നതിന്, അവര് പിടിച്ചെടുക്കുന്നതിന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. ഇത്ര ധൈര്യമില്ലാത്തവൻ ഈ പണിക്ക് ഇങ്ങോട്ട് വരണോന്നാ. അതിനാദ്യം പിടിച്ചോ മറുപടി. ഇത്ര ധൈര്യമില്ലാത്തവൻ ഈ പണിക്ക് വരണോന്ന് ചോദിച്ചതിനുള്ള മറുപടി ആദ്യം പിടിച്ചു വാങ്ങി വെച്ചോ പേരോട്. ഈ പരിപാടി നിങ്ങൾ ആദ്യം തുടങ്ങിയത് എന്ത് പിടിക്കാൻ പാടില്ല എന്ന് സദസ്സിനോട് ഇവിടെ പറഞ്ഞത് നിങ്ങളാ. നിഷേധിക്കോ? ഇവിടെ പറയുന്നത് പിടിക്കാൻ പാടില്ല, ഒരൊറ്റയാളെ പിടിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലാന്ന് മാത്രമേ നിങ്ങൾ ആരും പിടിക്കണ്ടെന്ന് ഇവിടെ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിഷേധിക്കുമ്പോ ഞാൻ നിങ്ങളുടെ വാചകം അടുത്ത പ്രസംഗത്തിൽ കൊണ്ടുവരും. 1 2 അതല്ല നിങ്ങൾ എന്നോട് ചോദിച്ചോ ഇത്ര ധൈര്യമില്ലാത്തവന് ഈ പണിക്ക് വരണോ? നിങ്ങളോടും ചോദിക്കാൻ ഇത്ര ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഇതിന് വരണോ എന്നാ നമ്മളൊരു തീരുമാനത്തിലെത്തുക. അടുത്ത നിങ്ങളുടെ പ്രസംഗം ശരിക്കും ശ്രദ്ധിച്ചോ. അടുത്ത നിങ്ങളുടെ പ്രസംഗം, ഓ മൗലവി നിങ്ങളുടെ ഒരു പ്രതിനിധിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോളൂ, ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല, നല്ല വീഡിയോ ക്യാമറയുമായി എന്റെ പരിപാടി സുഖമായി നിങ്ങൾ പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല, ഞാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് നിങ്ങളുടെ തൊള്ളയല്ല ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് മാന്യന്മാരായ മധ്യസ്ഥന്മാർക്ക് കൈമാറ്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത പരിപാടി ഞങ്ങൾക്ക് പിടിക്കാൻ കൃത്യമായി അനുവാദം തന്നാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ആയുസ്സും ആരോഗ്യവും റബ്ബ് തരികയാണെങ്കിൽ അടുത്ത പ്രഭാഷണം നടക്കുമ്പോൾ നിങ്ങളുടെ പ്രതിനിധിക്ക് ഇവിടെ നിന്നുകൊണ്ട് പരസ്യമായി തന്നെ അത് പിടിക്കാനുള്ള സംവിധാനം ഞങ്ങളും ചെയ്തു തരുന്നതാണ്. ഒരു പേടി ആ വിഷയത്തിൽ ഇല്ല കേട്ടോ. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താ അതിന് സമ്മതിക്കാത്തത്? ഇത്ര ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഇതിനിങ്ങോട്ട് വരണോ? ഞങ്ങൾ ഇവിടെ കർട്ടൻ കെട്ടിയത് ആളുകൾ റോഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സദസ്സ് അലങ്കോലപ്പെടാതിരിക്കുവാനുള്ള ഒരു സൗകര്യം എന്ന നിലക്കാണ്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിനല്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പിടിക്കുന്നതിന് പേടിയുണ്ടല്ലേ? നിങ്ങൾക്ക് അതിനൊരു പേടി ഇല്ലാന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. എങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രഭാഷണം പിടിക്കാനുള്ള അനുവാദം തരിക. ആ അനുവാദം തന്ന് പിടിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടിക്ക് നിങ്ങൾക്കും പിടിക്കാനുള്ള സംവിധാനം തരുന്നതാണ് എന്ന് ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വക ബടായൊക്കെ അവിടെ വെക്ക്. ഇത്ര ധൈര്യമില്ലാത്ത അങ്ങോട്ട് വരണോ? നിങ്ങൾ എന്തിനാ ജനങ്ങളോട് പിടിക്കണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ഇത്ര ധൈര്യമില്ലെങ്കിൽ ഇതിന് നിൽക്കണോ? ഈ പണി നിർത്തിയിട്ട് റിസീവർ പണിക്ക് പോയിക്കൂടെ? ഞാൻ എത്ര ആവശ്യങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് നല്ല റിസീവർ പണിയാണ്, ഇത് കിതാബ് ഓതാൻ പറ്റൂല, കിതാബ് വായിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അർത്ഥം പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, കട്ടേ നിങ്ങൾ വായിക്കൂ, പകുതിയെ നിങ്ങൾ വായിക്കൂ, നടുക്ക് വെച്ചേ നിങ്ങൾ കട്ടുകളയും, ഒക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലത് റിസീവർ പണിയാണ് എന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ വന്നിട്ട് ദീനിന്റെ ആളായിട്ട് രൂപത്തിൽ പ്രസംഗിക്കുകയാണെങ്കിൽ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മാത്രമല്ല മൂപ്പരുടെ രണ്ടാമത്തെ പരാതി എന്താണ്? അത് അന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല, പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ശരിക്കും നിങ്ങളൊന്ന് കാണിക്കായിരുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, ഇയാൾ CD ഇറക്കിയത് എത്രയോ മാസം കഴിഞ്ഞിട്ടല്ലേ? ഇയാളുടെ പ്രസംഗത്തിന്റെ CD ഇറക്കിയത് എത്രയോ മാസം കഴിഞ്ഞിട്ടാ? എത്രയോ മാസം കഴിഞ്ഞിട്ട് ഇറക്കിയപ്പോ നമ്മുടെ CD ഇറങ്ങിയിട്ടുണ്ട്. ആ CD-യിൽ നിന്ന് മൂപ്പര് ക്ലിപ്പ് വരെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തേ മൂപ്പർക്ക് ആ ക്ലിപ്പിൽ നോക്കിയിട്ട് വിശദമായിട്ടൊന്നാൻ കാണിച്ചുകൂടായിരുന്നോ? നിങ്ങളുടെ CD-യിൽ കാണിച്ചില്ല, കാണിക്കാൻ ധൈര്യല്ല. ഇത് ജനം കണ്ടുപോകൂലേ? അവരുടേത് മാത്രം കാണുന്ന ഏതെങ്കിലും കൗമുണ്ടെങ്കിൽ കണ്ടുപോകൂലേ? അതുകൊണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ കിട്ടിയില്ല, എന്താ ഞങ്ങളെ CD നിങ്ങൾക്ക് കിട്ടിയില്ലേ? അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഈ ചാഞ്ചാട്ട ദിക്ർ ഇട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നതിന് മുമ്പ് എത്രയോ ഞങ്ങളുടെ പ്രവർത്തകന്മാര് എത്ര സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടല്ലോ, പിന്നെ അതൊക്കെ നുണ പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ ഈ CD ഇറക്കിയപ്പോ അതിൽ കാണിക്കുന്നത് എത്രയെന്നറിയുള്ളൂ? ഒരു 8 സെക്കൻഡ് മാത്രമാണ്, വളരെ കുറഞ്ഞത് മാത്രമാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം. സാദുലി റാത്തീബില് അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് സാദുലി റാത്തീബ് ചൊല്ലുന്നവര് ദിക്ർ ചൊല്ലുന്നു. മഹാനായ അബുൽ ഹസൻ സാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബർ ഈജിപ്തിലാണ്. വിനീതരായ എനിക്ക് അല്ലാഹു തആല അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞത് മൂപ്പര്? ഇതൊക്കെ ഒന്നൊരു മറുപടി പറയല്ല. അപ്പൊ പറയണേ, അപ്പൊ മുജാഹിദുകൾക്ക്
മുജാഹിദുകൾക്ക് റാത്തീബുണ്ട്. നമ്മളെ റാത്തീബ് എന്താ? ഏതോ ചങ്ങാതിമാര് നമ്മൾ തന്നെ ഇവിടെ കൃത്യമായി എതിർത്തതാണ്. മേപ്പയൂരിലോ എവിടെയോ ഏതോ ചങ്ങാതിമാര് അപ്പുറത്തുള്ള മുജാഹിദ് എന്ന് പറയുന്ന ആളുകൾ നടത്തിയ സലഫി ഫെസ്റ്റിലെ പുലിക്കളി കാണിച്ചിട്ട് മൂപ്പര് ചോദിച്ചു, എന്ത് സനദെവിടെ, ഈ റാത്തീബിന് സനദെവിടെ? നമ്മളോട് പുലിക്കളി കാണിച്ചിട്ട് സനദെവിടെ? ഇതിന് മറുപടി നന്നായിട്ട് നമ്മൾ കൊടുത്തതാണ് മൂപ്പരിക്ക്. അതുപോലത്തെ ചില നേർച്ച കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചില്ലേ? ഞങ്ങളെ സംഘടനയുടെ വല്ല ബാനറുണ്ടോ അതിന്റെ മുകളിൽ? ഞങ്ങളെ വല്ല ബാനറുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സലഫി ഫെസ്റ്റ് എന്ന് വെച്ചിട്ടല്ലേ നടത്തിയത്. എന്താ ഇതിൽ കാണുന്ന ബാനർ? എന്താ ആ കാണുന്ന ബാനർ? ആരുടെ പേരില? മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് ആണ്. മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾക്ക് സമസ്തക്കാരുടെ ആ ആശയമുള്ള കക്ഷികളുടേതല്ലേ അല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ആശയപരമായിട്ട് നിങ്ങളൊക്കെ ഒന്നാണല്ലേ? നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ലേ? ഭീമാപ്പള്ളിയുടെ ഗാനമേള നടക്കുമ്പോ ബനിയനുമ്മ കാണാ എന്താ എഴുതിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ. ഭീമാപ്പള്ളിയിലിടുമ്പോ ഘോഷയാത്രയിൽ നിങ്ങൾക്ക് ആ ബനിയനുമ്മ എന്താ എഴുതിക്കൂ നോക്കോ. ഭീമാപ്പള്ളിയിൽ നടന്ന പല രംഗങ്ങളെ സംബന്ധിച്ചും സക്കരിയ സലാഹി ഇരുമ്പുഴിയിൽ നൽകിയ മറുപടിയാണ് കണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഈ കാണിച്ച കുറച്ച് സീനുകൾ പെട്ടെന്ന് കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ MIC-യുടെ ബാനറുള്ള ആ സ്കൂളിന്റെ പരിപാടിയുടെ ചില സീനുകൾ പെട്ടെന്ന് നമ്മളത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല, ഉദ്ദേശിക്കുന്നതല്ല എന്ന് ആദ്യം ഇത് ഈ വരാൻ പോകുന്ന സീനുകളൊക്കെ നടന്നത് എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് നിങ്ങൾ മനസ്സിലായിക്കോ. ആദ്യം ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങിയത്. അത് കാണിച്ചു കൊടുക്ക്. മതി. പിന്നീട് ഈ തവസ്സുലാക്കിയിട്ട് മഹാന്മാരുടെ പേരിലൊക്കെ ബദരീങ്ങളുടെ പേരിലൊക്കെ തവസ്സുലാക്കിയിട്ടാണ് എടുത്തത്. എന്നിട്ട് ഇനി ആ സ്റ്റേജിൽ ഇവർ കാണിക്കുന്ന രൂപങ്ങളൊക്കെ ഒന്ന് കണ്ടു. പെട്ടെന്ന് ഒരു സെക്കൻഡ് മാത്രം മതി. അടുത്തത് പോട്ടെ. പെട്ടെന്ന് അടിച്ചുവിട്. നമ്മളത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പോട്ടെ, പിടിച്ചുകൊള്ളാ. ആയി തൊപ്പിട്ട മൗലിയരും വന്നു. ആണ് പെണ്ണിന്റെ വേഷം കെട്ടി. പോട്ടെ കഴിഞ്ഞോ? ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചതല്ല, ഉദ്ദേശിച്ചതുമല്ല. ഈ രൂപത്തിൽ നിങ്ങൾ ഓരോന്ന് കൊണ്ടുവിടുക. ഇപ്പൊ നിങ്ങൾ പറയാൻ അപ്പുറത്തെ ഈക്കക്കാരതാണ് നിങ്ങൾക്കില്ലേ? AP വിഭാഗത്തിന്റെ ഇല്ലേ? നിങ്ങളെ സനദടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളൊരു സ്ഥാപനത്തിന്റെ സനദേ ഏതാ? മർക്കസുൽ ഹിദായ കൊമ്പം ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂൾ. എന്തായില്ലേ ഹെഡിങ് എന്താ അറിയോ? മകൻ ആരാവണം, തീരുമാനം ഉടനെ ആവട്ടെ. വരട്ടെ മകൻ ആരാവണം, വരട്ടെ. ഇതിൽ പല രംഗങ്ങളുണ്ട് സഹോദരന്മാരെ. നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. എന്തിനായിരുന്നത്? ഇതൊരു ഡോസാണ്, ഒരു ടെസ്റ്റ് ഡോസ് പറയാണ്. ഏത് സ്ഥാപനങ്ങൾ കൊണ്ട് പൊന്നാര സുഹൃത്തുക്കൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ വക തോന്നിയാസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബഹുമാന്യരായ സർവ്വ ശ്രോതാക്കളോടും പറയുകയാണ്, എല്ലാ മാനേജ്മെന്റുകളോടും പറയുകയാണ്. അവൻ സമസ്തക്കാരനാവട്ടെ, മുജാഹിദ് എന്ന് പേരിൽ പറയുന്നവരാകട്ടെ, ആരാവട്ടെ, എല്ലാവരോടും വിനീതമായി പറയുന്നു, നമ്മുടെ മക്കളെ നിങ്ങൾ ഈ കോലത്തിൽ തുള്ളിക്കരുത്. ഉള്ളാളത്തങ്ങൾ ഫാത്തിഹ ഓതിയിട്ട് കാണിക്കുന്നത് വരെ ഞാൻ കാണിക്കുന്നുണ്ട്. മാത്രല്ല നിങ്ങൾ മുജാഹിദീങ്ങൾ ചെയ്തതാണിത് എന്ന് വരെ മൂപ്പര് കള്ളം പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ കൃത്യമായ മറുപടി നമ്മൾ മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇനിയും കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു.
പേരോട് കാണിപ്പിക്കാണ്. പേരോട് ഇനിയും ഈ തോന്നിവാസം ഞങ്ങളെ കൊണ്ടിതാ ഇവിടെ നിങ്ങളുടെ തോന്നിവാസം ഇനിയും കാണിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇത് കാണിപ്പിക്കുന്നതിന്റെ സർവ്വ ഉത്തരവാദിത്വവും പേരോടിന് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചതാ. നിങ്ങളുടെ ഒരുപാട് പാട്ടും കൂത്തും ഡാൻസും നിങ്ങളുടെ പുലിക്കളിയും ചാട്ടക്കളിയും തുള്ളിക്കളിയും ഒക്കെ ഞങ്ങളുടെ കൈകളിലുണ്ട്. വെറുതെയല്ല. നിങ്ങളുടെ ഉള്ളാളത്തെ തങ്ങളില്ലേ, എന്റെ ബാപ്പന്റെ നാടാ സ്കൂൾ എന്ന് ചോദിച്ചിങ്ങാണ്ട് ഒരു മുസ്ലിം മന്ത്രിയെ ബാപ്പാക്ക് വിളിച്ച നിങ്ങളുടെ ഉള്ളാള് തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനില്ലേ? മലപ്പുറത്ത് എന്തായിരുന്നു മുട്ടിപ്പടിയിൽ ഒരു തങ്ങളുടെ ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള്, നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള്, ഗവൺമെന്റ് നിലവഴിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. കേട്ടില്ലേ? ആരെയോ ഒരു മന്ത്രിയോട്, വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്ക, സ്കൂൾ കിട്ടാത്തപ്പോ എന്റെ ബാപ്പന്റെ നാടാ സ്കൂള്. ഏയ് ആരാണ്? ഓ, സമസ്തയുടെ പ്രസിഡന്റ് ഉള്ള ആള് കുഞ്ഞിക്കോയ കരുവന്തിരുത്തി തങ്ങള്. കേട്ടോ സംസ്കാരം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബാപ്പാക്ക് വിളിക്കുക. ഏയ് തറയ സംസ്കാരം, അങ്ങാടിയിലെ ഗുണ്ടാ സംസ്കാരം. ബാപ്പക്ക് വിളിക്കുക ഒരു മന്ത്രിയെ. നോക്കണം നിങ്ങൾ, ഇവരുടെ സംസ്കാരമാണിത്. അപ്പൊ നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് ഇനി നിങ്ങൾ അധികം പറയണ്ട. അപ്പൊ നിങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാം മാറ്റിമറിച്ചിട്ട് തന്നെയാണ് പറയുക. അയാൾ ഫാത്തിഹ ഓതിയിട്ട് സർവ്വരൂപത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് അതേ സ്റ്റേജിൽ അയാളിരുന്ന് ഫാത്തിഹ ഓതിയിട്ട് തുടക്കം കുറിച്ച തെമ്മാടിത്തങ്ങൾ ഇതാ ഇനിയും കാണിക്കുകയാണ്. കാണിക്കാൻ നിങ്ങൾ പറയിപ്പിച്ചതുകൊണ്ട് ഇനിയും കാണിക്കേണ്ടി വരികയാണ്. ഇതിന്റെ സനത് ഉള്ളാളിത്തങ്ങൾ ഓരോരുത്തർക്ക് പാർസലാക്കിയിട്ട് ഓരോ ഡാൻസ് ആണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കണ്ടോളൂ. ഫാത്തിഹ ഓതിയിട്ട് ആ സ്റ്റേജിൽ വെച്ച് നിങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല, മുമ്പേ വിശദീകരിച്ചത് കൊണ്ട് ഞങ്ങൾ അതൊക്കെ എടുത്തു വെച്ചതാണ്. പക്ഷേ അടിതരൂ എന്ന് പറഞ്ഞുകൊണ്ട് വടി തരാനാണ് പേരോടിന് ഇനിയും ഭാവമെങ്കിൽ പിടിച്ചോ, കണ്ടോ, മറുപടി പറഞ്ഞോ, കേട്ടോളൂ. ಆಜಿವೈ ಅಬ್ದುಲ್ಲಾ ಕುನಿಯವರು, ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದ ಸನ್ಮಾನ ಶ್ರೀ ಬಿ.ಎ. ಮೊಯ್ದೀನ್ ರವರು, ಪ್ರೊಫೆಸರ್ ಎಂ.ಬಿ. ಅಬ್ದುಲ್ ರೆಹಮಾನ್ ರವರು, ಉಳ್ಳಾಲ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾಬ್ ಯು.ಟಿ. ಖಾದರ್ ರವರು ನಮ್ಮೊಟ್ಟಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا وفقنا من القرآن العظيم إلى حضرات أرواح الأبطال الأولى بكلهم خاصة وإلى روح صاحب المقام والكرامة السيد محمد الشريف المدني قدس الله تعالى سره الأبطال الأولى بكلهم خاصة وإلى روح صاحب المقام إلى حضرات أرواح الأبطال الأولى بكلهم خاصة إلى حضرات أرواح കണ്ടില്ലേ? ഇതൊന്നും കാണിക്കാൻ കൊള്ളൂല. ഇയാള് പറയിപ്പിക്കാണ്. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോ, തരാ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എടുത്തു വെച്ചതാ. ഈ തോന്നിവാസം ചെയ്തിട്ട് എന്നിട്ട് നമ്മളോട് പറയാണ് സ്വന്തം നേതാവ് ചെയ്തു കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ഫാത്തിഹ തീർന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇതിലേക്കൊന്നൊരു ഭാഗവാക്കല്ലാത്ത
മുജാഹിദ് പ്രസ്ഥാനത്തോട് പറയണത് നിങ്ങൾ നടത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വിഭാഗം ആരായിന്റെ പിതാക്കളി എന്നൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ മുമ്പേ തെളിവുദ്ധരിച്ച് പറഞ്ഞതാണ്. നമ്മുടെ മക്കൾ ഇസ്ലാമിന്റെ മക്കളായി വളരണം സുഹൃത്തുക്കളെ. ഈ രൂപത്തിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സ്റ്റേജുകളിൽ നിറഞ്ഞാടുമ്പോ അതിലേക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും പറഞ്ഞേക്കരുതേ. മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരു വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള സംഗതികൾ അത് ചെയ്യാൻ പാടുള്ളതല്ല. ഏതു വിഭാഗത്തോടായാലും പറയുകയാണ്, ഈ ഉള്ളവന്റെ ബാധ്യത നിർവഹിക്കുകയാണ്. ഒരു നിലക്കും ഇത്തരത്തിലുള്ള സംഗതികൾ ഒരു മാനേജ്മെന്റും ചെയ്യരുത്. അത് മുജാഹിദുകൾ നടത്തുന്ന സ്ഥാപനമായാലും ജമാഅത്തുകാർ നടത്തുന്നതാണെങ്കിലും സമസ്തക്കാർ നടത്തുന്നതാണെങ്കിലും തബ്ലീഗുകാർ നടത്തുന്നതാണെങ്കിലും ഇസ്ലാം അനുവദിച്ചതാണോ ഈ നിലക്കുള്ള ഈ സംസ്കാരം? ഇങ്ങനെ ആണും പെണ്ണും ഒന്നിച്ച് ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ആടലും കുച്ചിപ്പുടിയും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള നൃത്യങ്ങളും ഹാവഭാവങ്ങളും അഭിനയങ്ങളും പലതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ എന്തിനാ ഉമ്മമാരെ വിട്ടുകൊടുക്കുന്നത്? നമ്മുടെ മക്കളെ എന്തിനാ വേഷം കെട്ടിക്കുന്നത്? ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണോ? അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൊണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ കാതുകൊണ്ട്, അള്ളാഹു നൽകിയ അവയവങ്ങൾ മുഖേന പടച്ചതമ്പുരാനെ ധിക്കരിക്കാൻ വേണ്ടി അത് സ്കൂളിന്റെ വാർഷികമായാൽ ഹലാലാണെന്ന ഫത്വയുണ്ടോ? ആരും ഇത് ചെയ്തു പോകരുത്. സർവ്വ മനുഷ്യരോടുമാണ് പറയുന്നത്, സർവ്വ മുസ്ലിമീങ്ങളോടുമാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ സംസ്കാരം അവർ ചെയ്തോട്ടെ, നമുക്ക് ഈ സംസ്കാരം ചേർന്നതല്ല. കണ്ടിട്ടില്ലേ പലരും അതാ കുട്ടികൾക്ക് ധാരാളം പൈസയും കാശുമൊക്കെ കൊടുത്തിട്ട് ടൂർ എന്ന പേരിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരേ വാഹനത്തിൽ അങ്ങനെ യാത്ര ചെയ്ത് പലയിടങ്ങളിലും പോയി നനഞ്ഞാടി കുളിച്ച് തിമർത്ത് വരുന്നില്ലേ? തീം പാർക്കുകളിൽ പോയി നനഞ്ഞാടുവാനും ഒരുമിച്ച് കഴിയാനും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റഡി ടൂർ എന്ന പേരിലും പല പേരിലുമൊക്കെ സമുദായത്തിൽ പലരും ചെയ്യുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കക്ഷിഭേദമില്ലാതെ എന്റെ സർവ്വ ശ്രോതാക്കളോടും ഈ ഉള്ളവൻ വിനീതമായി പറയട്ടെ, ഈ രൂപത്തിലുള്ള സംസ്കാരങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്. അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. അല്ല തന്നതല്ലേ ഈ നിഅമത്ത്, അല്ല തന്നതല്ലേ ഈ മക്കളെ. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ പാടാൻ, ആടാൻ, ആടിക്കൊഴയാൻ, കൊഞ്ചിക്കൊഴയാൻ, ശരീരം പ്രദർശിപ്പിക്കാൻ, ശരീരത്തിലെ അവയവങ്ങളിട്ട് കുലുക്കി കാണിക്കാൻ ഇസ്ലാം അനുവദിച്ചതാണോ? ഇതെന്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്? അല്ലാഹുവിനെ തന്നെ സത്യം, ഇത് ദീനല്ല കേട്ടോ, ഇത് അനിസ്ലാമികമാണ് കേട്ടോ, ഇത് ഇസ്ലാമിന് നിരക്കുന്ന പരിപാടിയല്ല എന്ന് എന്റെ എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളോട് സനതെവിടെ, ഇത് നിങ്ങൾ നടത്തിയതല്ലേ എന്നൊക്കെ ചോദിച്ച് പറയിപ്പിക്കേണ്ട നിങ്ങള്. ഇനി സഹോദരന്മാരെ, നിങ്ങളുടെ വാദം എന്തായിരുന്നു? അള്ളാഹു കൽപ്പിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, സർവ്വ സ്വഹാബത്തും ചെയ്തു, സർവ്വ ഇമാമിയങ്ങളും ചെയ്തു എന്നൊക്കെ നിങ്ങൾ കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ അള്ളാഹു കൽപ്പിച്ചു, റസൂല് ചെയ്തു, സ്വഹാബത്ത് ചെയ്തു, സർവ്വ ഇമാമിയങ്ങളും ചെയ്തു എന്നൊക്കെ കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ അറിയണം, അതാ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അത് ചെയ്തവരാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ. എങ്ങനെ? 4 മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളും അതാ റസൂലുള്ളാഹിനോട് വിളിച്ചു തേടിയവരാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പ്രത്യേകം എടുത്തുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. കേട്ടോളൂ ആ ഭാഗം. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞിട്ടില്ലേ മൗലവി? ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. കേട്ടില്ലേ? എത്ര ശുദ്ധമായ കളവാ പൊട്ടിച്ചത്! കരയുദ്ധക്കാരന്റെ ആയുധത്തിന്റെ കോലമായി പറയുന്നത്. വെള്ളത്തിന്ന് കയറിയിട്ട് ഇപ്പൊ യുദ്ധത്തിനൊരുങ്ങിയപ്പോ കിട്ടിയ ആയുധത്തിൻ്റെതാ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും അവസാനം ഒരു മാത്രമാണ്. ആരും ഒഴിവില്ല, ആരും ഒഴിവാകാൻ പാടില്ല. എല്ലാവരും
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചവരും റസൂലുള്ളാഹിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ്. പറ സ്വഹാബത്തിനെ മുഴുവൻ എണ്ണ്. സ്വഹാബത്ത് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ, അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൽ-ഇസ്നാദു മിനദ്ദീൻ, സനദ് ഉദ്ധരിച്ചു പറയണം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്ന് അങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാബത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ. കാരണം സർവ്വ സ്വഹാബത്തും ഇമാമിങ്ങളല്ലേ. ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ, ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് പറയോ, അവരല്ലാന്റെ റസൂലിനെ വിളിച്ച് തേടിയത്, സഹായം തേടിയത് പറയോ. അബൂ ഹനീഫ ഇമാം സഹായം തേടിയത് പറയോ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹായം തേടിയത് പറയോ. ശഫീ ഇമാം അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം, ഇതാ ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ, അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് പിടിച്ചോ, അതുപോലെ തന്നെ മാലിക് ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ. മൗലവി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ. മൗലവി വെറുതെ നിങ്ങളുടെ ബടായി പോരാ, നിങ്ങളുടെ തൊള്ള പോരാ ദീനിൽ തെളിവ്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. സനദില്ലെങ്കിൽ നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട, ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്നിട്ട് അന്ന് നമ്മൾ ചോദിച്ചു, ഉണ്ടെങ്കിൽ തെളിവുദ്ധരിക്കൂ. ആ 4 ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ, സനദോടെ ഉദ്ധരിക്കൂ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മാത്രമല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇസ്തിഗാസ നടത്തുന്നത് അവിടെ നിൽക്കട്ടെ. ഇമാം അബൂ ഹനീഫ റഹിമത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസ നടത്തുന്നത് പോയിട്ട്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അബൂ ഹനീഫ ഇമാം ഇസ്തിഗാസ നടത്തുന്നത് പോയിട്ട് മഹാനവറുകൾ അതാ ഹക്ക് കൊണ്ടുള്ള തേട്ടം പോലും വെറുത്തയാളാണ് എന്ന് കിതാബിലെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അന്നേ കൃത്യമായി തന്നെ ചോദിച്ചിട്ട്, കിതാബിലില്ലേ, ഇപ്പറഞ്ഞത് കിതാബിലില്ലേ എന്നും ആവർത്തിച്ച് ചോദിച്ചതാണ്. അതിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. CD ഇറങ്ങുമ്പോൾ ആ ചോദ്യവും അതിന്റെ ഉത്തരവും നിങ്ങൾക്കതിൽ കാണാം. ഒന്നാമത്തെ ഇമാമായി ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ അള്ളാന്റെ റസൂലിനെ വിളിച്ച് നേരിട്ട് സഹായം തേടുന്നതിന് അവിടെ നിൽക്കട്ടെ. അത് അല്ലാത്ത അതിന്റെയൊക്കെ നിസ്സാരമായിട്ട് പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ? എന്താ പറയാറുള്ളത്? അസ്അലുക ബിഹഖി ഫുലാൻ ഔ ബിഹഖി അംബിയായിക വറുസുലിക. ഇന്നയാളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഔ ബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മശ്അരിൽ ഹറാം വനഹവി ദാലിക. അങ്ങനെ ബൈത്തുൽ ഹറാമിന്റെയോ മശ്അറുൽ ഹറാമിന്റെയോ ഹക്ക് കൊണ്ട് എന്നൊന്നും നിങ്ങൾ അങ്ങനെ ആ നിലക്ക് പറയുന്നത് അബൂ ഹനീഫ ഇമാമും അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരും വെറുത്തിരിക്കുന്നു. ഇത് ലൈസ അലല്ലാഹി ഹഖുൻ. കാരണം ഒരാളോടും അല്ലാഹ്ക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയും ഇല്ല. കണ്ടോ, ഇത് കിതാബിലില്ലേ? ഈ ഉദ്ധരണി കിതാബിലുണ്ടോ? ഇല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഹക്ക് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പോലും ബിഹഖിൻ നബി അല്ലെങ്കിൽ ബിഹഖി അംബിയായിക വറുസുലിക എന്ന് പറയുന്നത് പോലും വെറുത്തവരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഖോജമാരുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങളുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ടല്ലേ അവര് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നത്? ഇല്ല. അങ്ങനെ ഒരു ഉദ്ധരണി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലെന്നോ ആരിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല.
മാത്രമല്ല അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മദ്ഹബിലെ ഇബ്നുൽ ഹുമാമിന്റെ ഫത്ഹുൽ ഖദീർ ആയിരുന്നു നിങ്ങൾ തെളിവിന് കൊണ്ടുവന്നത്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിലെ ഇബ്നുൽ ഹുമാമിന്റെ ഫത്ഹുൽ ഖദീർ ആയിരുന്നു നിങ്ങൾ തെളിവിന് കൊണ്ടുവന്നത്. ആ തെളിവിന് കൊണ്ടുവന്ന അതേ ആയുധത്തെടുത്തുകൊണ്ട് നിങ്ങളോടൊരു തിരിച്ചടി നടത്തിയിട്ടുണ്ട്. ആ തിരിച്ചടിക്ക് നിങ്ങൾ മറുപടി തന്നിട്ടില്ലല്ലോ. എന്തായിരുന്നു ആ തിരിച്ചടി എന്നും അതിന് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന കാര്യം അതാ ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾ കൊണ്ടുവന്ന അതേ കിതാബ് കൊണ്ടാ തിരിച്ചടിച്ചത്. എന്താണ് തിരിച്ചടിച്ചത് എന്ന് എന്റെ ശ്രോതാക്കളൊന്ന് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി കേൾപ്പിക്കുന്നു. ആ കിതാബിൽ തന്നെ പറയുന്നുണ്ട്, പേരോട് മനസ്സിലാക്കിക്കോ. അതാ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിലേക്ക് ചെന്ന് നിന്നിട്ട് ഈ ആയത്തോദനം പോലും ഏതായത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ചൊല്ലണം. എന്നിട്ട് പിന്നെ എന്ത് പറയണം? സ്വല്ലല്ലാഹു അലൈക വസല്ലമ യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് ഒരു തവണയല്ല 70 മറ, 70 തവണ വിളിക്കണം. അങ്ങനെ വിളിച്ചാലോ നാദാഹു മലക്കുൻ, ഒരു മലക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയുന്നതാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈക യാ ഫുലാൻ, ഓ ഇന്നാലിന്നവനെ അല്ലാഹു അങ്ങേക്കും രക്ഷ നൽകട്ടെ എന്ന് വിളിച്ചു പറയും. അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്ങ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മുസ്ലിമേ? നിങ്ങൾ എന്താ അവിടെ പ്രസംഗിച്ചത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങൾക്കാണ് സ്നേഹമല്ലേ? ഹബീബിനോട് നിങ്ങൾക്കാണ് പിരിശമല്ലേ? ഞങ്ങൾ ഹബീബിനെ കുതിര കയറുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ പൂച്ഛിക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ സാധാരണക്കാരനാക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ അവഹേളിക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിന്റെ ആ അത്ഭുതകരമായ കാര്യങ്ങളെ നിഷേധിക്കുന്നവരാണല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? എങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആയുധത്തിന്റെ കോലമാ പറയുന്നത്. നിങ്ങൾ ഉദ്ധരിച്ച ആയുധമാകുന്ന ആ കിതാബ് കൊണ്ടാ തിരിച്ചടിക്കുന്നത്. അതേ കിതാബിൽ നിങ്ങൾ വായിച്ചതിന്റെ ചുവടെ അതല്ലെങ്കിൽ മുകളിൽ നിന്നാണെന്ന് കൂട്ടിക്കോ, ഇനി മേലെ താഴെ എന്നുള്ള തർക്കം വേണ്ട. ആ കിതാബിൽ നിന്നാ വായിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് 70 വട്ടം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മുസ്ലിമേ 70 തവണ പോയിട്ട് 1 തവണയെങ്കിലും 1 തവണ പോയിട്ട് 1 തവണയെങ്കിലും ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാനെ യാ മുഹമ്മദ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാബത്ത് വിളിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ വിളിക്കാൻ ചില അദബുണ്ട്. അവിടുത്തെ ജീവിതകാലത്ത് വരെ യാ മുഹമ്മദ് എന്ന് വിളിച്ചവരെ അതാ ഒരു മര്യാദയുമില്ലാതെ ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ, ബുദ്ധിയില്ലാത്തവരാണ്. എന്നിട്ട് ഇറങ്ങി വാ മുഹമ്മദേ. റസൂലുള്ളാഹിന്റെ താമസിക്കുന്ന റൂമിന്റെ പുറത്ത് നിന്നിട്ട് ചില അറാബികൾ വിളിച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വാ മുഹമ്മദ്. ആക്ഷേപിച്ചില്ലേ ഖുർആൻ? അല്ല പോലും ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ നബി അല്ലാഹ്. മുസ്ലിമീങ്ങളെ, അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാബാ കിറാം പോലും യാ മുഹമ്മദ് എന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കിതാബിൽ നിങ്ങൾക്ക് ആധികാരികമാണെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. പരമ്പര കൊണ്ട് നിങ്ങൾ തെളിയിച്ചേ പറ്റൂ. ആര് പറഞ്ഞു ഇത്? റസൂലുള്ളാഹിനെ 70 വട്ടം ഖബറിന്റെ സമീപത്ത് പോയിരുന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കണമെന്നോ മുസ്ലിമിന് സാധ്യമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ ഹബീബിനെ വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നല്ലാതെ ഏറ്റവും അടുപ്പമുള്ള സിദ്ദീഖുൽ അക്ബർ പോലും മകളുടെ പുതിയാപ്പളയല്ലേ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ പുതിയാപ്പളയല്ലേ വിളിച്ചിട്ടില്ല കേട്ടോ. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്. അതാ മുസ്ലിമിന്റെ സംസ്കാരം. നിങ്ങൾ വലിയ റസൂലുള്ളാഹിനോട് സ്നേഹം, എന്നിട്ടോ ഖബറിങ്ങ പോയിട്ട് സ്വഹാബത്ത് മുഖത്ത് നോക്കിയിട്ട് ജീവിതകാലത്ത് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലാത്തത് ഖബറിങ്ങ പോയിട്ട് 70 തവണ വിളിക്കണമല്ലേ? കൊണ്ടുപോയി തട്ടൂ നിങ്ങളുടെ രേഖ. ആയുധത്തിന്റെ കോലമാ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഉണ്ടയില്ല തോക്കിന്റെ അതേ തോക്കുമായിട്ടാ തിരിച്ചടിക്കുന്നത്. മറുപടി പറഞ്ഞോളണം
കണ്ടോ, ശ്രദ്ധിച്ചില്ലേ? മറുപടി പറഞ്ഞിട്ടില്ല. അടുത്ത പ്രസംഗത്തിലെങ്കിലും പറ. കഴിഞ്ഞ പ്രസംഗത്തിൽ വായ തുറന്നിട്ടില്ല ഇതിനെ സംബന്ധിച്ച്, തീർന്നില്ല. പിന്നെ നിങ്ങള് മഹാന്മാര് ഇമാമിങ്ങള് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടി എന്നതിന് തെളിവായി ഉദ്ധരിച്ച അടുത്ത കിതാബ് അൽ മദ്ഖലായിരുന്നു. ആ അൽ മദ്ഖലിലൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടി തന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെപ്പറ്റി മിണ്ടുന്നില്ല, പറഞ്ഞോളണം മറുപടി. ഇമാം മാലിക്കി മദ്ഹബിലെ മദ്ഖലിലുണ്ട് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണം. മാലിക്കി ഇമാമിന്റെ മദ്ഹബായ മദ്ഖലിൽ മാലിക്കി ഇമാമിന്റെ ഒരു ഉദ്ധരണി ഉപരിക്ക് കിട്ടിയില്ല, ഇല്ലല്ലോ. അപ്പൊ ചാടി കുറെ കഴിഞ്ഞിട്ട് ഇബ്നു ഹാജിന്റെ അൽ മദ്ഖൽ, നിങ്ങൾ കൊണ്ടുവന്ന ആയുധം കൊണ്ട് തിരിച്ചു ചോദിക്കട്ടെ, ആ മദ്ഖലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ആ പറഞ്ഞ ആശയങ്ങളൊന്നും ഇസ്ലാമിൽ നിങ്ങൾ തന്നെ പറഞ്ഞ മാനദണ്ഡമായ അൽ-ഇസ്നാദു മിനദ്ദീൻ കൊണ്ട് അതിൽ പറഞ്ഞ വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ടതല്ല കേട്ടോ. അതിനാൽ ഞങ്ങളത് തള്ളുന്നു. ചോദിക്കട്ടെ, അങ്ങനെ തള്ളുക? ഇമാം ഇബ്നുൽ ഹാജ് അൽ മദ്ഖലിൽ നുണ എഴുതിയതാണോ, കുഫർ പ്രചരിപ്പിച്ചതാണോ, ശിർക്ക് പ്രചരിപ്പിച്ചതാണോ എന്നൊന്നും ചോദിക്കണ്ട. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആധികാരികമായി നിരത്തിയ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലി എന്ന കിതാബിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിങ്ങൾ സ്വീകരിക്കുമോ? ആ കിതാബിൽ തന്നെ പറയുന്നത് ഖബറിൽ ഖുർആനോത്ത് ബിദ്അത്താണെന്നാണ്. നിങ്ങൾ സ്വീകരിക്കോ? ഖബറും പുറത്ത് ഖുർആനോതുന്ന ബിദ്അത്താണ്, മരിച്ചത് വിളിച്ചു പറയൽ ബിദ്അത്താണ്, നിയ്യത്ത് ഉറക്കെ പറയൽ ബിദ്അത്താണ്, പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നടത്താൻ പാടില്ല, ജനാസ പള്ളിന്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല, പുറത്തുനിന്ന് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ വായിച്ച അൽ മദ്ഖലിൽ നിന്നാ പറയുന്നത്, നിങ്ങൾ ഉദ്ധരിക്കണം, നിങ്ങൾ പറയണം. അതുപോലെ തന്നെ മൗലിദാഘോഷമില്ലേ, നിങ്ങൾ വാദിക്കുന്ന മൗലിദാഘോഷം ഏത്? 2 പെരുന്നാളുകളെക്കാളും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷം മൗലിദാഘോഷമാണെന്ന് നിങ്ങൾ പറയാറില്ലേ? നബിദിനാഘോഷമാണെന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ നബിദിനമാണെന്ന് പറയാറില്ലേ? അതും ബിദ്അത്തായ സംഗതിയാണെന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വലിയ കാര്യമായി നിവർത്തി വായിച്ച അൽ മദ്ഖലില്ലേ, അതുകൊണ്ട് ആ അൽ മദ്ഖലിന്റെ കോലമാണ് കേട്ടത്. അപ്പൊ നിങ്ങൾക്കതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ എന്താണോ ന്യായം? അതേ മാനദണ്ഡം കൊണ്ടാണ് നിങ്ങൾ വായിച്ചതും ഞങ്ങൾ തള്ളിക്കളയുന്നത്. മൂന്നാമത് നിങ്ങൾ ഉദ്ധരിച്ചത് ഇബ്നു ഖുദാമയുടെ മുഗ്നിയിൽ നിന്നായിരുന്നു. അതേ ആയുധം കൊണ്ട് തിരിച്ചടിച്ചു, നിങ്ങൾ മിണ്ടുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ആ നിലക്കുള്ള മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ നിന്ന്, അഥവാ അവിടുത്തെ മദ്ഹബിന്റെ പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമായ മുഗ്നിയിൽ നിന്ന് ഇബ്നു ഖുദാമ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കോലവും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അസ്വീകാര്യമായ ഹദീസാണെന്ന് പ്രഥമമായ കേൾവിയിൽ തന്നെ ബോധ്യപ്പെടുത്തപ്പെടുന്ന നിലക്കുള്ള പ്രയോഗമാണ് അതിലുള്ളത്. അതുകൊണ്ട് ആ കാര്യവും പറയേണ്ടതില്ല. പിന്നീട് നിങ്ങൾ ഉദ്ധരിച്ച വയുർവാ എന്ന് നിങ്ങൾ വായിച്ചതല്ലാതെ അർത്ഥം നിങ്ങൾ പറയാതെ തടിയൂരിയതായിരുന്നു. പിടികൂടി, നിങ്ങളുടെ കബളിപ്പിക്കൽ എടുത്തു കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ മിണ്ടിയിട്ടില്ല. മാത്രമല്ല ഖുർആൻ കൽപ്പിച്ചു റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്ന് ഖുർആൻ കൽപ്പിച്ചു എന്നതിന് നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് ആ കള്ളം സ്ഥാപിക്കാൻ, രേഖയാക്കാൻ നോക്കിയവരായത്തുണ്ടായിരുന്നു. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആയത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടാൻ തെളിവാക്കുന്ന മുസ്ലിയാരോട് ഒരു ചോദ്യവും ചോദിച്ചിരുന്നു. ആ ചോദ്യം എന്താണ്? എങ്കിലെത്ര സഹാബികൾ ഈ പണിക്ക് പോയിട്ടുണ്ട്, നിങ്ങൾ ഉദ്ധരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഒരു മറുപടിയും തന്നിട്ടില്ല. ആ ചോദ്യവും ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്കതിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ സ്വഹാബാക്കളിൽ അതാ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ ഈമാൻ ഉറക്കാത്ത ചില കക്ഷികൾ അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ നബി തങ്ങളുടെ സമീപത്തേക്ക് പോയിട്ടല്ലേ വിധി തേടേണ്ടത്?
അവിടുത്തോടല്ലേ മുശാവറ നടത്തേണ്ടത്, അവിടുത്തോടല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ജീവിതകാലത്ത്. അതിനല്ലേ ഖുർആനിന്റെ കൽപ്പന. അങ്ങനെ ചെയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വിധി അന്വേഷിച്ച് പോകാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടിക്കൊണ്ട് ചില ആളുകൾ പോയപ്പോ അത് ഹബീബിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, അവിടുത്തെ മനസ്സിലുണ്ടാക്കിയ സങ്കടം എത്രയാണ്. അതുകൊണ്ട് ഈ പണി ചെയ്ത മുനാഫിക്കീങ്ങളില്ലേ, അവർക്ക് ആ തെറ്റിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടി പോവുക എന്ന അബദ്ധം അവർ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ഇനി അവർക്ക് മോചനം കിട്ടണമെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്നിട്ട് വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക, നിന്റെ അടുക്കലേക്ക് അവർ വരട്ടെ, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലിന് അവരോട് മനസ്സിൽ ഒരു വിദ്വേഷവുമില്ല, അവരോട് വെറുപ്പില്ല, അവരോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായി കൊണ്ട് അള്ളാന്റെ റസൂലും അവർക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിന് ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാനെ അവർക്ക് തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായി കൊണ്ട് കണ്ടെത്താവുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്തേക്കാണ് ബാധകം. വലൗ അന്നഹും ഇദാ ളലമു, അവർ അക്രമം പ്രവർത്തിച്ചാലെന്നല്ല, പ്രവർത്തിച്ചാരേ, അഥവാ അവരിൽ നിന്ന് ഒരു അക്രമം വന്നുപോയപ്പോൾ, അഥവാ കഴിഞ്ഞുപോയ മാളിയായ ഒരു കാര്യമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ ഉടനെ ഹബീബിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാഹു പൊറുക്കൂല കേട്ടോ എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമികമായ ആശയമല്ല. മനസ്സിലാക്കണം. മുസ്ലിയാർ പറയുന്നത് എന്താണ്? അത് ഇന്നും ബാധകമാണ്. ഇന്നും തെറ്റ് ചെയ്തവരൊക്കെ മദീനത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വിളിക്കണം, അല്ലെങ്കിൽ മദീനത്തേക്ക് പോകണം. എന്താ അള്ളാന്റെ റസൂൽ ഇപ്പോഴും റസൂലല്ലേ? എന്താ അവിടേക്ക് പോകാൻ ഇന്നും കഴിയൂലേ? അതുകൊണ്ട് ജാവൂക്ക പോയേ പറ്റൂ. അതുകൊണ്ട് ഇർത്തകബത്ത് ചൊല്ലാത്തവൻ മുനാഫിഖാണെന്ന് എത്ര സ്റ്റേജുകളിൽ ഈ മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പോകൽ അനിവാര്യമാണെന്നാണല്ലോ വന്നത്. എങ്കിൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ പരമ്പര തുടങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം സഹാബിമാരിലേക്കല്ലേ മുട്ടുന്നത്? എത്ര സഹാബിമാര് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചപ്പോ ഖബറിടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്തേക്ക് ഏത് സഹാബിയാണ് പോയത്? പറയുമ്പോ നിങ്ങളുടെ തൊള്ള പോരാ. അൽ-ഇസ്നാദു മിനദ്ദീൻ, പരമ്പര വേണം കേട്ടോ. കുറ്റമറ്റാത്ത ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത നിലക്ക്, ന്യൂനതകളില്ലാത്ത നിലക്ക് ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാര് മുസ്ലിം ലോകത്തൊന്നാകെ അംഗീകരിക്കുന്ന നിലക്കുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കണേ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഏതു സഹാബിയാണ് അബദ്ധം സംഭവിച്ചപ്പോ പുറത്തു കെട്ടാൻ ഖബറിടത്തിലേക്ക് പോയത്? ഇല്ല. അപ്പൊ സഹാബത്തിനൊന്നും തിരിഞ്ഞില്ല. അങ്ങക്കാ തിരിഞ്ഞത്? പിൽക്കാലക്കാർക്കാണോ തിരിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്യണം? മദീനത്തേക്ക് വിളിക്കണം. എങ്കിൽ നിങ്ങളുടെ തൗബയുടെ ഗ്രന്ഥങ്ങൾ മാറ്റി എഴുതൂ. നിങ്ങളുടെ മദ്രസകളിൽ കുട്ടികളെ പോലും നിങ്ങൾ പഠിപ്പിക്കുന്ന തൗബയുടെ ഷർത്തുകൾ എത്രയാണ്? നിങ്ങളിപ്പോ പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? നമ്മളിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് ചെയ്യണം? യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അള്ളാന്റെ റസൂലിനെ വിളിച്ചേ പറ്റൂ, അവിടുത്തോട് റെക്കമെൻഡ് ചോദിച്ചേ പറ്റൂ. ഇതല്ലേ നിങ്ങളുടെ ആശയം? എവിടുന്ന് കിട്ടി ഈ ആശയം? ഓ പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾ ഇന്നൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പൊറുക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്തു ചെയ്യണം?
മദീനത്തേക്ക് പോകണമല്ലേ? എങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തൗബയുടെ ഷർത്തുകൾ എണ്ണിയെടുത്ത് അതും കൂടെ എഴുതി ചേർക്കണമെന്ന് നിങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിനോട് പറയട്ടെ. ഏത് വിദ്യാഭ്യാസ ബോർഡായാലും തരക്കേടില്ല. നിങ്ങളോട് പറയുന്നു, ഇനി ഇറക്കുമ്പോ നിങ്ങൾ ഒരു നിബന്ധന കൂടി എഴുതി ചേർക്കണം. എന്താ? നമ്മുടെ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയണം. എന്തേ നിങ്ങൾ എഴുതാത്തത്? ഇത് പറയുന്നതിൽ വിശ്വാസമല്ല അല്ലേ? ഇത് വെറുതെ പറയുന്നതാണല്ലേ? അപ്പോ അതിന് നിങ്ങൾക്ക് രേഖയില്ല. എന്താ നിങ്ങൾ മറുപടി പറയാത്തത്? പറഞ്ഞോളണം ഇതിനുള്ള മറുപടി. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടി എന്ന് കള്ളം സ്ഥാപിക്കാൻ നിങ്ങൾ കഥയുണ്ടാക്കിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നത് മുജാഹിദിന്റെ ഭാഷയാണെന്നും വഫാത്തായി എന്നാണ് നമ്മൾ പറയാറുള്ളതെന്നും നിങ്ങൾ തട്ടിവിട്ടിരുന്നു. അന്നേ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളും അത് പറഞ്ഞിട്ടില്ലേ? റസൂല് മരണപ്പെട്ടു എന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, വേണോ തെളിവ് എന്ന് ചോദിച്ചപ്പോ മിണ്ടാട്ടമില്ലല്ലോ. അള്ളാന്റെ റസൂല് വഫാത്തായപ്പോ അവിടുന്ന് മരണപ്പെട്ട നേരത്ത് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? ഇവിടെ പേരോടൊരു കാര്യം തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതെന്താ? പേരോട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുജാഹിദിന് ബഹുമാനമില്ല. എന്താ കാരണം? അവർ റസൂൽ മരിച്ചു എന്നൊക്കെ പറയും. റസൂലുള്ള മരിച്ചു എന്നൊക്കെ പറയും. അപ്പൊ മരണപ്പെട്ടു എന്നത് മുജാഹിദ് ഭാഷയാണ്, വഫാത്തായി എന്നതാണ് നമ്മുടെ ഭാഷ. കേട്ടോളൂ, ഉപരി പറയാം നമ്മളെ പേരിൽ ഒരു ആരോപണം. മരണപ്പെട്ടു പോയി ഇത് മുജാഹിദിന്റെ ഭാഷ, വഫാത്തായി പോയി ഇത് നമ്മളെ ഭാഷ. മരണപ്പെട്ടു പോയി ഇത് മുജാഹിദിന്റെ ഭാഷ, വഫാത്തായി പോയി ഇത് നമ്മളെ ഭാഷ. മരണപ്പെട്ടു പോയി എന്നത് മുജാഹിദ് ഭാഷ, വഫാത്തായി എന്നത് നമ്മുടെ ഭാഷ. അപ്പൊ ഇവര് മൂപ്പരും കൂട്ടാളികളൊന്നും റസൂലുള്ളാഹിനെ സംബന്ധിച്ച് വഫാത്തായി എന്നല്ലാതെ മരണപ്പെട്ടു എന്ന് പറയില്ല. മുജാഹിദ് ബഹുമാനില്ലാതെ പറയണതാണെന്ന് ചുരുക്കം. ഒന്റെ മൂല്യരെ, നിങ്ങൾ എത്ര പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങളുടെ എഴുത്ത് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? അള്ളാന്റെ റസൂലും മരിച്ചു, അള്ളാന്റെ റസൂലും മരിച്ചുപോയി, മരണപ്പെട്ടു പോയി എന്ന് ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ പറ, ഉദ്ധരിക്കാം. ഇല്ലെങ്കിൽ പറ. എന്നിട്ട് അതൊരു മുജാഹിദിന്റെ പേരിൽ ഒരു കൊട്ട്. മുജാഹിദീങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. ഇവര് വലിയ സ്നേഹം. ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റാതെ 70 തവണ വേണമെന്ന് പഠിപ്പിച്ച കിതാബ് തെളിവായിട്ട് കൊണ്ടുവന്ന നിങ്ങളാ പ്രവാചക സ്നേഹം പറയുന്നത്? പറയൂ മറുപടി. മാത്രമല്ല, അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്നിടത്തേക്ക് അത് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന പ്രയോഗത്തെ തയമ്മമ എന്ന കാര്യം കണ്ടിട്ട് മൗലൈമാര് തയമ്മും ചെയ്യാൻ പോകും ഇത് കണ്ടാലെന്ന് പരിഹസിച്ചിരുന്നു. നല്ല മറുപടി അങ്ങ് മണ്ടക്ക് തന്നിട്ടുണ്ട്. എന്തേ മറുപടി പറയാൻ ധൈര്യമില്ലാത്തത്? മാത്രമല്ല, എന്നിട്ട് പിന്നെ മൂപ്പര് ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണവിവരം അറിഞ്ഞു വന്നപ്പോ ഫതയമ്മമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, അള്ളാന്റെ റസൂലിനെ ഉദ്ദേശിച്ച് നബിന്റെ അടുത്തേക്കാണ് പോയിന്നാ. മൂപ്പര് നമുക്കെതിരെ ഒരു ചൊട്ട്. എന്താ? ഈ തയമ്മമാന്ന് കേട്ടാ മൗലൈമാരി ചിലപ്പോ വിചാരിക്കും തയമ്മം ചെയ്യാന്നാണ്. അന്നും വിചാരിക്കണ്ടെന്ന്. കേട്ടോളി നിങ്ങൾ, മൂപ്പര് വലിയ ആലിമിന്റെ ബടായി. കേട്ടോളി. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് കരുതി. തയമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലൈമാര് തേമം ചെയ്തു എന്നർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് കരുതി. തയമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലൈമാര് തേമം ചെയ്തു എന്നർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. എന്താ ആലിമിന്റെ വിവരം? മൂപ്പര് മർക്കസിൽ പണ്ട് പഠിച്ചപ്പോ തയമ്മമാന്ന് കേട്ടപ്പോ മണ്ണിൽ കോടിയാളാ. ആ ഓർമ്മ നമ്മളെ പേരിൽ വെച്ച് കിട്ടുക. ഞങ്ങൾക്ക് ആ ധാരണല്ല. ഞങ്ങൾക്ക് തയമ്മമാന്ന് കേട്ടാല് ഭാഷയിൽ എന്താ അർത്ഥം എന്ന് അറിയാം, സാങ്കേതികമായിട്ട് അഥവാ ലുഗത്തിൽ എന്താ അർത്ഥം, ഇസ്തിലാഹിൽ എന്താ അതിന്റെ ഉദ്ദേശം. അതിന് ലുഗത്തും ഇസ്തിലാഹും ഒക്കെ ഉള്ള വ്യത്യാസം അറിയണ്ടേ, പഠിക്കണ്ടേ? വല്ല വിവരമുണ്ടോ? വെറുതെ കുറെ പിരിവ് നടത്തും റിസീവർ പണിക്ക് പറ്റുന്നല്ലാതെ. എന്നിട്ട് മുജാഹിദിന്റെ പേരിൽ, മുജാഹിദീങ്ങളെ പേരിൽ കൊട്ടുക അല്ലേ? തയമ്മമാന്ന് നോക്കും മൗലൈമാര് ഇനി അതിന് പോണ്ട, മൂപ്പര അവനവന്റെ വിളിച്ചു പറയാ അല്ലേ? ആ വക രൂപത്തിലുള്ള തറ നിലവാരത്തിലുള്ള ഒന്നും ഇനി വിളിച്ചു പറയരുത്. ഇത് ഇനിയും കുറെ തുടരണ്ടേ? ഇനി വിളിച്ചു പറയരുത്.
മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് നീക്കി, കശഫാൻ വജീഹി എന്നത് നിങ്ങൾ ഉദ്ധരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു. അതാ ഇതേപോലത്തെ ഒരു പ്രയോഗമാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അതാ സഹാബിമാർക്ക് അതല്ലെങ്കിൽ മറ്റുള്ള മഹാന്മാർക്ക് ആ ഖബർ കാണിച്ചിടത്തും കശഫാത് കശഫത്ത് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖബറും മേൽ വിരിയുണ്ട്, ഖബറും മേൽ തുണിയുണ്ട്, അത് പണ്ടേ സമ്പ്രദായമാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധം നിങ്ങൾ കള്ളം പറഞ്ഞിരുന്നു. ആ കളവ് നമ്മൾ പിടികൂടിയിരുന്നു, ചോദിച്ചല്ലോ, എന്തേ അതിനെക്കുറിച്ച് പഠിച്ചോ? ഈ കളവൊക്കെ സിറാജുൽ ഹുദയിലെ കുട്ടികളോട് പറഞ്ഞാൽ മതി, പേരോടെ ആവർത്തിച്ചെന്ന് പറഞ്ഞു തന്നതല്ലേ, എന്തേ നിങ്ങൾ മിണ്ടാത്തത്? പറയണം അടുത്ത പ്രസംഗത്തിൽ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടെ കയറി ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ അതാ തുണിയിട്ട് മൂടിയിരിക്കുകയാണ്. ഫകശഫൻ വജ്ഹി, റസൂലുള്ളാഹിയുടെ മുഖത്ത് നിന്ന് തുണി അങ്ങ് നീക്കി, എന്നിട്ട് ചുംബനമർപ്പിക്കുന്നു. അത് പറയുന്നിടത്ത് മൂപ്പർക്ക് ഒരു കൊട്ടുണ്ട്. തുണി നീക്കി എന്ന് പറയുന്നിടത്ത് മൂപ്പർക്ക് ഒരു കൊട്ടുണ്ട്, കേട്ടോളൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിയുടെ ഖബർ കശഫത്ത് അതേ നീക്കി കാണിച്ചു കൊടുത്തു എന്ന് കാണാം. ആ വാചകം അറിയിക്കുന്നത് തുണി ഉണ്ടെന്നാണ്. മേലെ ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കടക്കണം, എന്താ കടക്കൂലാന്ന്? പൈലിക്ക് കടക്കണില്ലാന്ന്, കടക്കണം, ഇപ്പൊ കടക്കണ്ട, അടുത്തീന് കിടക്ക്. എന്താ നിങ്ങൾ പറഞ്ഞത്? അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖബർ കാണിച്ചു കൊടുത്തപ്പോ തുണി നീക്കിയുന്നുണ്ട്. അവിടെ ഈ പ്രയോഗമാണ്. അതിന്റെ അർത്ഥം ഖബറിന്റെ മേലെ തുണി ഉണ്ട് എന്നാണ്. പച്ച കള്ളം. ഏയ്, നിങ്ങളിങ്ങനെ ജാറം മൂടുമതിന്റെ മേലെ തുണിട്ടമായിരി. അപ്പൊ മൂപ്പരുടെ ധാരണ എന്താ? മൂപ്പരിപ്പതിലൂടെ ധ്വനിപ്പിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഒരു ഭാഗത്ത് ഡൈനിങ് ഹാള്, ഒരു ഭാഗത്ത് കിച്ചണ്, ഒരു ഭാഗത്ത് സിറ്റ് ഔട്ട്, ഒരു ഭാഗത്ത് ബെഡ്റൂം. അതിൽ ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഹബീബിന്റെ ഖബർ ഇങ്ങനെ പച്ചപ്പട്ട് ഇങ്ങനെ മൂടിക്കിടത്തിയിരിക്കുന്നു. അങ്ങനെ ഖബർ കാണാൻ വന്നയാൾക്ക് വാതിലങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് ഖബറും പുറത്തുള്ള വിരിയങ്ങ് നീക്കിയെന്ന് ധ്വനിപ്പിക്കുന്ന തട്ടിപ്പ്, ഈ കാപട്യം, ഈ കബളിപ്പിക്കൽ മുസ്ലിമിന് ചേർന്നതല്ല. അബൂബക്കർ സിദ്ദീഖ് മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഖബർ കാണാൻ വേണ്ടി ചെന്നപ്പോ, ആ മഹദിയുടെ വീടെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷേ ധരിച്ചിട്ടുള്ളത് പോലെ ആ നിലക്കുള്ള വലിയ വീടൊന്നുമല്ല, ഹുജ്റയാണ് കേട്ടോ. പരിമിതമായ സൗകര്യങ്ങളുള്ള ആ റൂമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അവിടുന്ന് വഫാത്തായി കിടന്ന അതേ സ്ഥലത്ത് തന്നെ ഖബറൊരുക്കിയിട്ട് അവിടെയാണ് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മടക്കിയിട്ടുള്ളത്. ആ ഖബറും ആയിഷ റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്ന റൂമും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നബി തങ്ങളുടെ ഖബർ കാണാൻ വന്നപ്പോ നമ്മുടെ ഉമ്മയതാ ആ വിരിയങ്ങ് നീക്കി കാണിച്ചു കൊടുത്തു, ഖബർ കാണിച്ചു കൊടുത്തു എന്നതിനെ മുസ്ലിയാർ ഖബറും പുറത്തെ തുണി നീക്കിയെന്ന് ധ്വനിപ്പിക്കാനുള്ള തട്ടിപ്പ്, കാപട്യം മുസ്ലിമീങ്ങളോട് വേണ്ട. അത് ഈ കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന സിറാജുൽ ഹുദയിലെ കുട്ടികളോട് മതി കേട്ടോ. ആ വക ചപ്പടാച്ചിയും കൊണ്ട് മുസ്ലിമീങ്ങളെ അടുത്തേക്ക് വരണ്ട. ഖബറും പുറത്ത് തുണി ഉണ്ടെന്നോ? ആയിഷ അതിന് മേലെ തുണി ഉണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ തട്ടിപ്പിന്റെ കോലം. പറയട്ടെ, മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടാൻ തെളിവാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ച സർവ്വ പുൽക്കൊടികളുടെയും നിജസ്ഥിതി ഞങ്ങൾ അന്ന് വിവരിച്ചതാണ്. ഇബ്നു മുൻകദിറിന്റെ ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നു അൽ ജൂൾ വിശക്കുന്നു നബിയേ എന്ന ഒരു സംഭവം നിങ്ങൾ ഉദ്ധരിച്ചിരുന്നു. ആദം അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് ഇടതേടി എന്ന് നിങ്ങളൊരു സംഭവം ഉദ്ധരിച്ചിരുന്നു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കൊച്ചിപ്പിടുത്തം വന്നപ്പോ അതാ പ്രത്യേകമായി റസൂലുള്ളാഹിനെ വിളിച്ച് തേടി എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞിരുന്നു. അതിനൊക്കെ നമ്മുടെ പണ്ഡിതന്മാരുടെ മറുപടികളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായി മറുപടി അങ്ങ് കിട്ടിയപ്പോ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇബ്നു മുൻകദിറുമില്ല, അൽ ജൂൾ വിശപ്പുമില്ല, ആദം നബിയുടെ തവസ്സുലുമില്ല, കാലിന്റെ പിടുത്തവും മാറിപ്പോയി, എല്ലാം ശിഫയായി അല്ലേ? പല തൗഹീദിനെതിരായി നിങ്ങൾ ഉദ്ധരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പുൽക്കൊടികളൊക്കെ ദുർബലമായി അല്ലേ?
അള്ളാന്റെ റസൂലിനോട് പോയിട്ട് പറയുന്നു, അൽജോൾ വിശക്കുന്നു നബിയേ. വിശന്ന നേരത്ത് പോയി സഹായം ചോദിച്ചു കേട്ടോ. ആ റിപ്പോർട്ടിന്റെ തുടക്കം തന്നെ എന്താണ്? റുവിയ എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അനാരോഗ്യം ബാധിച്ച റിപ്പോർട്ട് തന്നെ, സ്വീകാര്യമായ റിപ്പോർട്ടല്ല കേട്ടോ. കരയുദ്ധക്കാരാ, നിങ്ങളുടെ ആയുധത്തിന്റെ ബലമായി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ദുർബലമായ പുൽക്കൊടികൾ. മാത്രമല്ല ഇപ്പോൾ അതാ ഒരു നിവൃത്തിയുമില്ല എന്നായപ്പോൾ അവസാനമതാ മുസ്ലിയാരി എത്തിയ ഒരു ദുരവസ്ഥ എന്താണ്? ശ്രദ്ധിച്ചോളൂ മുസ്ലിമേ, ഒരൊറ്റ സംഭവവും സ്വഹീഹായ നിലയിൽ 4 ഇമാമുകളുടേത് ഉദ്ധരിക്കാൻ പേരോടിന് സാധിക്കുന്നില്ല. ഇമാം ഹനീഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് കാണിക്കാൻ കഴിയുന്നില്ല സ്വഹീഹായ പരമ്പരയോടെ. മാലിക് ഇമാമിന്റെ സ്വഹീഹായ ഒരു ഉദ്ധരണി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ശഫീ ഇമാമിൻ്റെത് കിട്ടുന്നില്ല. അതുപോലെ ഹംബലി ഇമാമിൻ്റെത് കിട്ടുന്നില്ല. കുടുങ്ങിപ്പോയി, പെട്ടുപോയല്ലോ പേരോട്. അപ്പോൾ പേരോട് ചെയ്ത ഒരു സൂത്രം എന്താണെന്നോ? ഇവരൊക്കെ ചെയ്ത തെളിവല്ലേ ഞാൻ ചോദിച്ചത്, അതിനെന്തെങ്കിലും ഒരു മറുപടി പറയാൻ ശ്രമിക്കണ്ടേ? ആ ശ്രമത്തിന്റെ ഫലമൊന്ന് കണ്ടോ? അള്ളാന്റെ റസൂലിനെ ഇവരൊക്കെ വിളിച്ച് തേടി എന്നത് സ്ഥാപിക്കാൻ മുസ്ലിയാർ കൊണ്ടുവരുന്ന വാദമൊന്ന് കേട്ടോളൂ. എത്ര രസാവഹമായ വാദമാണ്, എത്ര അപകടം പിടിച്ച വാദമാണ്. ഇമാമിങ്ങൾ തേടിയത് കാണിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോ അതാ ദുർവ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ നോക്കുന്നു. ആ ഗതികേടൊന്ന് കേട്ടോളൂ. റസൂലുള്ളാഹിക്ക് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്. റസൂലുള്ളാഹിക്ക് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്. കണ്ടോ? തെളിവാണ്. റസൂലുള്ളാഹിക്ക് നമ്മൾ പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നില്ലേ? അതന്നെയാണ് തെളിവ്. റസൂലുള്ളാഹിനോട് വിളിച്ച് തേടാൻ. എന്നിട്ട് പറയാണ് 4 ഇമാമിങ്ങളും ഇത് ചെയ്തിട്ടില്ലേ എന്ന് കേട്ടോ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറഞ്ഞിട്ടില്ലേ മൗലവി? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറഞ്ഞിട്ടില്ലേ മൗലവി? കേട്ടോ എന്താ തെളിവിന്റെ കോലം? ഈ 4 മദ്ഹബിന്റെ ഈ 4 ഇമാമിങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് കൊണ്ടുവരാൻ കഴിയൂല എന്ന് ഉറപ്പായി. പേരോട് സമ്മതിച്ചു. കാരണം അതുണ്ടെങ്കിൽ മൂപ്പർ ഇപ്പൊ ഇവിടെ പറയും ഇത് അവസാനത്തെ മരണത്തിൽ കിട്ടുന്ന പിടിവലിയ. അതുമില്ല എന്ന് ബോധ്യായി. അപ്പൊ അവസാനം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്.